ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്വവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 20 ആയത്തുകളാണ് ഇതുവരെയായി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. വിജയിച്ച വിശ്വാസികളുടെ അടയാളങ്ങൾ ആമുഖത്തിൽ വിശദീകരിക്കുകയും അതിനുശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും അതുപോലെ തന്നെ പ്രാപഞ്ചികമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരുപാട് സൃഷ്ടിപ്പിലൂടെ വിശ്വാസികൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളും മരണമെന്ന സത്യവും അന്ത്യനാളിൻ്റെ യാഥാർത്ഥ്യവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ കഴിഞ്ഞ ക്ലാസുകളിലായി 20 ആയത്തുകളിലൂടെയായി നമ്മൾ പഠിക്കുകയുണ്ടായി. നിങ്ങളുടെ ശ്രദ്ധയിൽ അതൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ കേവലമായി ഓതുന്നതോ അർത്ഥം മനസ്സിലാക്കുന്നതോ അല്ല. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആനിൽ പറഞ്ഞ ആശയങ്ങളും ആദർശവും സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠിതാവായി അല്ലെങ്കിൽ ഖുർആനിൻ്റെ അഹലുകാരായി നമ്മൾ മാറുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 21, 22 ആയത്തുകളാണ്. ആ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് അറബി അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുന്ന ചില ക്ലാസുകൾ നമ്മൾ കഴിഞ്ഞ് 20 ക്ലാസുകളിലായി നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി തന്നെയാണ് മഖാരിജുൽ ഹുറൂഫ്. ഓരോ ഹറഫിൻ്റെയും ഉത്ഭവസ്ഥാനങ്ങൾ എവിടെ നിന്ന് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുകയും കൂടെ നിങ്ങൾ പറയുകയും അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തുകയും ചെയ്യുക. ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക. دال د دال د ഒന്ന് പറഞ്ഞു നോക്ക്. എവിടുന്ന വരുന്നേ? പല്ലിൻ്റെ മുൻപല്ലിൻ്റെ ബാക്കിൽ അല്ലേ, നാവിൻ്റെ മുമ്പിലും. ദാൽ ദ ഉണ്ടോ? ദാൽ ദ. അത് നമ്മൾ ശബ്ദ കൊടുക്കുക അല്ലെങ്കിൽ സുക്കൂന് കൊടുത്താലും എന്ത് ചെയ്യും? ഉത്ഭവസ്ഥാനങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെ തന്നെ അവിടെ നിന്ന് തന്നെ അറബി അക്ഷരങ്ങൾ ഉത്ഭവിക്കണം. അപ്പോഴേ എന്താവുള്ളൂ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഒരു ഹദീസിലേക്ക് പോകാം. സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽക്ക് ഒരു ഹദീസ് പറഞ്ഞിട്ടായിരുന്നു ക്ലാസ് തുടങ്ങാറുണ്ടായിരുന്നു അല്ലേ? QHLS അല്ലേ നമ്മളത്? QHLS എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ
ഹദീസ് ലേണിംഗ് ക്ലാസ്. നമ്മളുടെ ഹദീസ് നടക്കുന്നുണ്ട്, പക്ഷെ അത് ആമുഖത്തിലായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസ് ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഇന്ന് ആമുഖത്തിലാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പരമാവധി ഈ ഹദീസുകൾ നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങളെ മനസ്സിൽ പറഞ്ഞിട്ട് പഠിച്ചോനെ ഇതൊന്നും കഴിയൂല ഉസ്താദെ, ഇതൊന്നും കൂട്ടിയാൽ കൂടൂല എന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഇപ്പം തന്നെ നമ്മൾ പഠിപ്പിച്ച്. അതുകൊണ്ട് ഇനി ജന്മത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, അത് പറഞ്ഞോൾക്ക് കഴിയൂല. പക്ഷെ ഇത് ഞാൻ പഠിക്കും, ഇതെനിക്ക് പ്രയാസമല്ല, ഇൻഷാ അള്ളാ പരിശ്രമിക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പം അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കുന്ന, അള്ളാഹ് നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കുന്ന. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ പഠിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ഭാഗത്തു നിന്ന് കഴിയൂലട്ടോ എന്ന് എന്ത് ചെയ്ത് തലയുണ്ട് ആംഗ്യം കാണിച്ചേ. നിങ്ങൾക്ക് ഇപ്പൊ ഇതാണ് പഠിച്ച 10,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിന്റെ ഡബിളുള്ള എന്ത് ചെയ്യും, പഠിക്കും ഇല്ലേ? കാരണം എന്താ, മറവില്ലേ, അത് പ്രശ്നമാക്കണ്ട, പ്രായമായതുകൊണ്ടാ. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പൊ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. ആവർത്തിച്ച് പഠിക്കുമ്പോൾ മറക്കൂല, ആവർത്തിച്ച് പഠിക്കുമ്പോൾ മറക്കൂല. എന്നാലും നിങ്ങൾ പഠിച്ചിട്ടേ അടുത്ത ക്ലാസ്സിൽ വരാവൂന്നൊന്നും ഞാൻ പറഞ്ഞില്ല, മറിച്ച് പഠിക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഒരു ഹദീസ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന മഹത്വമുണ്ട്, കൂലിയുണ്ട്, പുണ്യമുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു തന്നു, എന്ത് കാണാതെ പഠിക്കലല്ല, അതിലുള്ള നസീഹത്ത് എന്താണോ, അതിലുള്ള പാഠം എന്താണോ അത് ഉൾക്കൊള്ളുക എന്നതാണ് പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതായിരുന്നാലും കഴിയുന്ന ആളുകളൊക്കെ പഠിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 55-ാമത്തെ ഹദീസാണിത്. അനബി റുഖയ്യത തമീം ബിനു ഔസിൻ അദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അന്നസീഹ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമതിഹിം. വളരെ സിമ്പിളായ ഒരു ഹദീസാണ്. ആദ്യത്തെ പേര് നോക്കണ്ട, പേര് കുറച്ച് വിശാലമായതാണ്. അത് പല ഹദീസ് റിപ്പോർട്ടർമാരുടെ സ്വഹാബത്തിന്റെയും പേരൊക്കെ അങ്ങനെ തന്നെയാണ്. അബൂ റുഖയ്യ തമീം ബിനു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീന് എന്നാൽ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഞങ്ങൾ ചോദിച്ചു, അതായത് സ്വഹാബികൾ ചോദിച്ചു, ആരോടുള്ള ഗുണകാംക്ഷയാണ്? ദീൻ എന്ന് പറഞ്ഞാൽ ആരോടുള്ള ഗുണകാംക്ഷയാണ്? റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവോടും അവൻ്റെ ഗ്രന്ഥത്തോടും അവൻ്റെ ദൂതനോടും മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഗുണകാംക്ഷയാണ് എന്ത്, ദീന് എന്ന് പറയുന്നത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നുമില്ല, ഇവിടെ നിന്ന് പഠിച്ചാലും മതി. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അദ്ദീനു അന്നസീഹ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമതിഹിം. എളുപ്പല്ലേ? എന്ത് സിമ്പിളാണ്. അതുകൊണ്ട് ബേജാറാവേണ്ടത്, പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ക്ലാസ്സിൽ ഇരുത്തുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പരമാവധി ഓരോ ഹദീസുകളും എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അർത്ഥവും ഈ ഹദീസും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മതം എന്ന് പറയുന്നത് എന്താണ്? ഗുണകാംക്ഷയാണ് എന്നതാണ് ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൻ്റെ ആകത്തുകയാണ് ഈ ചെറിയൊരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 5 കൂട്ടരോടുള്ള ഗുണകാംക്ഷ, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതിലൊന്ന് അള്ളാഹുവോടാണ്, അവനിൽ മാത്രം വിശ്വസിക്കുക, അവന് പങ്കുകാരെ ചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക. അതാണ് അള്ളാഹുവിനോടുള്ള ദീന്. അന്നസീഹ എന്ന് പറഞ്ഞാൽ, ലില്ലാഹി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അർത്ഥമാക്കുന്ന അതാണ്. അവൻ്റെ ഗ്രന്ഥത്തോട് എന്ന് പറഞ്ഞു, വലി കിതാബിഹി, ആ കിതാബിനോടുള്ള ഗുണകാംക്ഷ എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുക, അത് പാരായണം ചെയ്യുക, അതിലെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അതാണ് ലി കിതാബിഹി എന്ന് പറഞ്ഞ്. 3-ാമത്തെ വലി റസൂലിഹി എന്നാ പറഞ്ഞ്. അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടുത്തെ ചര്യ സുന്നത്തുകൾ ജീവിതത്തിൽ മാതൃകയാക്കുക. ഇത് പ്രവാചകനോടുള്ള ഗുണകാംക്ഷയാണ്. മനസ്സിലായിട്ടോ? നാലാമത്തെ മുസ്ലിം നേതാക്കളോട് എന്നാ പറഞ്ഞ്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ. മുസ്ലിം നേതാക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും നന്മയുള്ള കാര്യങ്ങളിൽ അനുസരിക്കുകയും അവർക്ക് നല്ല കാര്യങ്ങളിൽ തുണയാവുകയും ചെയ്യുക എന്നതാണ് അവരോടുള്ള ഗുണകാംക്ഷ. മനസ്സിലായോ? അതേപോലെ തന്നെ അവസാനം പറഞ്ഞെന്താ? വ ആമത്തിഹിം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ, പൊതുസമൂഹം, സാധാരണ ജനങ്ങൾ, സമൂഹത്തിലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുക, അവരെ സൽവഴിയിലേക്ക് നയിക്കുക. ഇതാണ് ഈ 5 വിഭാഗത്തോടുമുള്ള നസീഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളുടെ കാര്യത്തിൽ നസീഹത്ത് ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ടോ? എന്താ പറഞ്ഞേ? പൊതുജനങ്ങളുടെ കാര്യത്തിലുള്ള നസീഹത്ത് എന്താ? സമൂഹത്തിലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. കരുണ ഉണ്ടാവുക, അത് ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും. ഇഞ്ഞോ പിന്നെന്താ പറഞ്ഞേ? മറ്റുള്ളവരോട് കരുണ കാണിക്കുക, അവർക്ക് നന്മ വരണമെന്നാഗ്രഹിക്കുക. അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുക. ആർക്കെങ്കിലും വല്ല നന്മയും കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കുക. ചങ്ങായിക്ക് പിന്നെയും കണ്ടില്ല, മണ്ടാറടങ്ങാൻ ഓനക്ക് തന്നെ കൊടുക്കണ പറയില്ലേ നമ്മള്? നിങ്ങൾ പറയില്ലേ കാരല്ലോ? ഏയ്, നിങ്ങൾ അങ്ങനത്തെ പോലൊന്നുമല്ല. പക്ഷെ അങ്ങനെ പറയുന്ന പോലെ കണ്ടിട്ടില്ലേ? ഒരാൾക്കൊരു നന്മ കിട്ടിയാൽ അതിൽ അസൂയപ്പെടുക, ഭയങ്കരമായ അസൂയ. ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല. അത് ആമത്തിഹിം എന്നുള്ള നസീഹത്തിൽ വീഴ്ച വരുത്തിയാലാണ് അങ്ങനെ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് പോലെ തന്നെ തൻ്റെ സഹോദരനും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം, അവരുടെ നന്മയിൽ സന്തോഷമുള്ളവരായിരിക്കണം എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഹദീസിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് ആയത്തിലേക്ക് വരാം. ആയത്ത് കേട്ടോളൂ. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا وَلَكُمْ فِيهَا مَنَافِعُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ. ഇതിലെ തജ്വീദ് നിയമങ്ങൾ ആ ഓത്ത് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ മനസ്സിലേക്ക് വരും. നമ്മൾ പഠിച്ചത് മാത്രമേ ഉള്ളൂ, ഇതിൽ പുതുതായിട്ടൊന്നുമില്ല അല്ലേ? വ ഇന്നലക്കും എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് എന്ത് ചെയ്യണം? മണിച്ചുകൊണ്ട് ഓതണം അല്ലേ? പിന്നെ നുസ്ഖീക്കും, മാഷാ അല്ലാ, മിമ്മ അല്ലേ? ഇദ്ഗാമും ബിഗുന്നയാണ്. മീമ് നൂന് ഷദ്ദുള്ളതിനാലും സാക്കിനായ മീമിന് ശേഷം മീമ് വന്നതിനാലും മണിച്ചുകൊണ്ട് ഓതണം. പിന്നെന്താ ഉള്ളത്? ഇൽഹാറു ഷഫവി, അതും നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഈ നോട്ട്സുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട് തരുന്നുണ്ട്. നിങ്ങളത് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി വെക്കണം. എങ്ങനെ ഇതിൻ്റെ ഇതേ മലയാളം ഒക്കെ എഴുതണോ? വേണ്ട. ഇൽഹാറു ഷഫവി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ വന്ന അക്ഷരങ്ങൾ എഴുതിയാൽ മതി. മനസ്സിലാ? അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മനസ്സിലാക്കണം നിങ്ങൾ. ബാ മീമ് അല്ലാത്ത ഏതെങ്കിലും അക്ഷരം സാക്കിനായ മീമിൻ്റെ ശേഷം വന്നാൽ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. കൂടാതെ മീമ് ഫ എന്നിവയുടെ അടുത്തുള്ള മഹ്റജുകളായതിനാൽ വ്യക്തമാക്കി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൽഹാർ ഷഫവി എന്ന് മനസ്സിലാവുമ്പോൾ ഇവിടെ വന്ന ആയത്തിൽ വന്നത് പ്രത്യേകം എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നെ ഓതും വേണം നമ്മൾ. കാരണം ഖുർആന്റെ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇവിടെ ഫിൽ അൻ ആമി എന്നുള്ളതിൽ ഹംസത്തുൽ വസ്ല്, അതായത് ഈ വാക്കിന് മുമ്പിലെ വചനവുമായി ചേർത്തി ഓതുമ്പോൾ ഹംസ ഉച്ചരിക്കില്ല. അതിനാണ് ഹംസത്തുൽ വസ്ല്, അറിയില്ലേ? അതുപോലെ ഇൽഹാറുൽ ഖമരി അൽ അൻ ആമി എന്നാണ് പറയാ. അലിഫുല്ലാമും ഉച്ചരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇൽഹാറുൽ ഖമരി ആയത്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇൽഹാറുൽ ഹൽഖി അതെന്താ? അൻ ആമി ഉണ്ടോ? വമിൻഹ, അത് രണ്ടും ശ്രദ്ധിക്കുക. കാരണം ഐനും അതുപോലെ തന്നെ ഹാവും. അതുപോലെ തന്നെ ഇവിടെ ഇദ്ഗാമും ബി ഗുന്ന, അതും നമ്മൾ പറഞ്ഞതാണ്.
പിന്നെ ലഇബ്റ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തിയിട്ടുണ്ട്. ശിലുണ്ട് അവിടെ. ശില എന്താ? നിർത്തലാണോ നല്ലത്, ചേർത്തോതലാണോ നല്ലത്? ചേർത്തോതലാണ് നല്ലത്. പക്ഷെ നിർത്തിയും ഓതാവുന്നതാണ്. ഈ കാര്യം നിർത്തിയിട്ടാണ് ഓതിയത്. അതുപോലെ സിലത്തുൽ ഔല, അതും ഈ അടയാളം വരുന്ന സ്ഥലത്ത്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. സിലന്റ് മദ്ദുൽ ആരിദ് സുക്കൂൻ, അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കൊണ്ട്, അതായത് തെക്കുലൂന എന്നാണ്. പക്ഷെ നിർത്തുമ്പോൾ നമ്മളെങ്ങനെ ഓതുക? തെക്കുലൂൻ എന്നാണ്. അപ്പൊ സുക്കൂന് വരുന്നത് കൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള മദ്ദിന്റെ അക്ഷരമായ വാവിനെ, ഇവിടെ വാവാണ്, വാവിനെ 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് വരെ എന്ത് ചെയ്യാം? നീട്ടി ഓതാവുന്നതാണ്. ഇനി അതിന്റെ അർത്ഥം നോക്കിയേ. വ ഇന്നലക്കും, തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കുണ്ട്. വ ഇന്ന, തീർച്ചയായിട്ടും, ലക്കും, നിങ്ങൾക്കുണ്ട്. ഫിൽ അൻആമി, കന്നുകാലികളിൽ, നാൽക്കാലികളിൽ. കന്നുകാലിക്കാണ് അൻആം എന്ന് പറയാം. അൻആം എന്ന് പറയുന്ന ഇനത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഞങ്ങള്. അൻആം, ആട്, മാട്, ഒട്ടകം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? യെസ്. ആട്, മാട്, ഒട്ടകം. മാട്, പോത്ത്, പശു, കാള, എരുമ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ പെട്ടു, മാട് വർഗം. അതുപോലെ തന്നെ ഒട്ടകങ്ങൾ. ഇതാണ് അൻആം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അൻആം എന്നുള്ളത് എന്തിന്റെ ജമ്മാണ്? നഅമ എന്നുള്ളതിന്റെ ജം ആണ് എന്ത്? അൻആം. അപ്പോ ഇന്നലക്കും, നിശ്ചയമായി നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആമി, ആട്, മാട്, ഒട്ടകങ്ങളിൽ നിങ്ങൾക്കുണ്ട്, അതായത് കന്നുകാലികളിൽ നിങ്ങൾക്കുണ്ട്, ലഇബ്റതൻ. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം, ചിന്താപാഠം, അല്ലെങ്കിൽ ഉറ്റാലോചിക്കുവാനുള്ള വിഷയം. ഗുണപാഠം എന്നൊക്കെയാണ് ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ. ലഇബ്റതൻ, നിങ്ങൾക്ക് എന്തുണ്ട്? ഗുണപാഠമുണ്ട്, അല്ലെങ്കിൽ ചിന്താപാഠമുണ്ട്, ഉറ്റാലോചിക്കുവാനുള്ള വിഷയമുണ്ട്. ഏതില്? എന്തിലാ ഗുണപാഠമുള്ളത്? അൻആമില്, കന്നുകാലികളിൽ. നുസ്ഖീക്കും, നിങ്ങൾക്ക് നാം കുടിക്കുവാൻ തരുന്നു, അല്ലെങ്കിൽ കുടിപ്പിക്കുന്നു. നുസ്ഖീക്കും, നിങ്ങൾക്ക് നാം കുടിക്കുവാൻ തരുന്നു, അല്ലെങ്കിൽ കുടിപ്പിക്കുന്നു, നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിമ്മാ, യാതൊന്നിൽ നിന്ന്, ഫി ബുതൂനിഹ, അവയുടെ ഉദരങ്ങളിൽ അല്ലെങ്കിൽ വയറുകളിലുള്ള. കണ്ടോ? ആ ബുതൂനിഹ എന്ന് പറഞ്ഞ ലമീർ, ലമീർ എടുക്കാൻ പോണത് ഫിൽ അൻആമിലേക്ക്, കന്നുകാലികളിലേക്ക്. അപ്പൊ കന്നുകാലികളുടെ ഉദരങ്ങളിൽ, വയറുകളിലുള്ളത് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. വലക്കും, നിങ്ങൾക്കുണ്ട്, ഫീഹ, അതിൽ, അവയിൽ. ഏതില്? മനാഫിയുൻ, ഉപയോഗമുണ്ട്. ഏതില്? വലക്കും, നിങ്ങൾക്കുണ്ട്, ഫീഹ, അവയിൽ. എവയില്? അൻആമിൽ, കന്നുകാലികളിലുണ്ട്, മനാഫിയുൻ, ഉപയോഗങ്ങളുണ്ട്. നാഫിയത്ത് ഉപകാരം എടുക്കുന്നതിന് പറയാം. മനാഫി, ഉപയോഗങ്ങളുണ്ട്. കസീറത്തുൻ, വളരെയധികം, അതായത് ധാരാളം ഉപയോഗമുണ്ട്. ഏതില്? ഫിൽ അൻആമി, കന്നുകാലികളിൽ, അതായത് ആടുവർഗം, ഒട്ടകം, മാടുവർഗം. ഇതിലൊക്കെ വലിയ ഉപയോഗങ്ങൾ, മനാഫിയത്ത് നിങ്ങൾക്കുണ്ട്. വ മിൻഹ, അതിൽ നിന്ന്, തഅ്കുലൂൻ, നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. അപ്പൊ ഉപയോഗമുണ്ട്, തിന്നലുണ്ട്. അതും ഉപയോഗം തന്നെയാണ്. പക്ഷെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായുണ്ടോ? അപ്പോ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥാണത്. തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ ഒരു ഗുണപാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു. നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. അവയിൽ നിന്ന് മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഒറ്റ ആയത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കന്നുകാലികളിൽ നമുക്ക് എന്തുണ്ട് എന്നാ പറഞ്ഞ്? വലിയ ഗുണപാഠമുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞത് എന്ത് ഗുണപാഠത്തെ കുറിച്ചാ?
ജെയ്ത്തൂൻ മരം. പിന്നെ ജെയ്ത്തൂൻ മരം അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലല്ലേ പറഞ്ഞ്? അവൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെയുണ്ട്. ആകാശം, മഴ, കൃഷി, ജന്തുജാലങ്ങൾ എന്നിവയിലെ അത്ഭുതങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? കന്നുകാലികളിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. എന്താ ഇത്രമാത്രം കന്നുകാലികളിലുള്ള ഗുണപാഠം? നമുക്ക് വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താം, നമ്മുടെ ചരക്കുകൾ എന്ത് ചെയ്യാം, വഹിപ്പിക്കാം. പിന്നെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃഷി അതിൽ വരും. നിങ്ങൾക്ക് കന്നുകാലികൾ ഒരു ഗുണപാഠമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു, അതായത് പാല്. കണ്ടോ? പിന്നെ നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ പ്രയോജനങ്ങളാണെന്ത്? നിങ്ങൾ പറഞ്ഞ കൃഷിക്ക്, അതേപോലെ തന്നെ പിന്നെന്തിനൊക്കെ? വാഹനമായിട്ട്, പിന്നെന്താ, ചരക്ക് കൊണ്ടുപോകാന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ എന്തുണ്ട്? നമുക്ക് കന്നുകാലികളിലുണ്ട്. മാത്രമല്ല അവയുടെ തോലുകള്, രോമങ്ങള്, അവയുടെ കൊമ്പുകള്, ഇല്ലേ, ഇതൊക്കെ എന്താണ്? നമുക്ക് ഉപയോഗമുള്ളതാണ്. കന്നുകാലികളുടെ, മൃഗങ്ങളുടെ തോലുകളിൽ നിന്നും രോമങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൊമ്പുകളിൽ നിന്ന്, ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളും ഉപകാരങ്ങളും നമുക്കുണ്ട്. എന്തിൽ നിന്ന്? അൻആമുകളിൽ നിന്ന്. മാത്രമല്ല, എന്നിട്ട് അല്ലാഹ് പറയുന്നു, പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം, അതായത് ഇങ്ങനെ ഒരുപാട് കന്നുകാലികളിൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് 22-ാമത്തെ ആയത്ത് അള്ളാഹ് പറയാണ്. ഇത് ചെറിയൊരായത്ത്, അത് കേട്ടോളൂ. وعليها وعلى الفلك تحملون. ജീവിത നിയമങ്ങള് എന്താള്ളത്? ഹംസത്തുൽ വസ്ല്, പിന്നെന്താള്ളത്? ഇൽഹാറുൽ ഖമരി. അതുപോലെ തന്നെ മദ്ദുൽ ആരില്, എന്താ മദ്ദുൽ ആരില് സുക്കൂൻ എന്ന് പറഞ്ഞാ വഅലൈഹ. അതേപോലെ തന്നെ അവയുടെ മേലും, വഅലൈഹ, അതിന്റെ തൊട്ട് അത്തഫിന്റെ വാവ് ചേർത്തിട്ടാ പറഞ്ഞ വഅലൈഹ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വഅലൈഹ, അവയുടെ മേലും, വഅലൽ ഫുൽക്കി, കപ്പലുകളിലും, തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്നു. അപ്പൊ കന്നുകാലികള്, ഒട്ടകങ്ങള് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ വാഹനത്തിന് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മളിന്ന് പോകുന്ന മാതിരി ബെൻസും അതുപോലെ തന്നെ കാറുകളൊന്നും ഇല്ലായിരുന്നു. അന്നുണ്ടായിരുന്നത് എന്താ? ഒട്ടകങ്ങളായിരുന്നു. സഹാബത്തൊക്കെ ഒരുപാട് കിലോമീറ്ററുകളോളം ദീന് പഠിക്കാൻ വേണ്ടി നടന്നു പോയിരുന്നു. കാരണം വാഹനത്തിന്റെ കുറവ് കൊണ്ട്. മനസ്സിലായോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാസങ്ങളോളം കാൽനടയായിട്ട് ദീന് സഹാബത്തിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കാൻ വേണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് എന്നാ. നമ്മൾ ഇവിടേക്ക് ഖുർആൻ ക്ലാസ്സിന് വരുന്നതിന് നമുക്ക് വലിയ പ്രയാസമായിക്കാരം, അല്ലേ? നമ്മളവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ദീനിന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ എത്രങ്ങാനും ലോങ്ങിലാ, അന്ന് അടുക്കൊന്നും പോക്ക് നടക്കൂല. നമ്മളെ മൈൻഡിൽ ശൈത്താൻ അങ്ങനെ തോന്നിപ്പിച്ചു വരും. ഇനിയിപ്പോൾ ഒരട്ടം വന്നാൽ തന്നെ അതൊന്നും ഇപ്പം നടക്കൂല, ഇപ്പോൾ മൂപ്പരങ്ങനെ വിശദീകരിക്കുകയാണ്, അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് തോന്നിപ്പിക്കും. അല്ലെങ്കിൽ എന്താ, അയാൾ ചോദിക്കുന്നുണ്ട്, ചോദ്യം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്നോട് ചോദിച്ചാൽ ആ ആൾക്കാരുടെ ഇടയിൽ വഷളാവൂലേ എന്ന് ചിന്തിപ്പിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളുടെ മൈൻഡിൽ തോന്നിപ്പിക്കുന്ന ശൈത്താനിയത്തുകളാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് പടച്ച റബ്ബ് എനിക്ക് തന്നൊരു നിഅമത്താണിത്, അൽഹംദുലില്ലാ. അള്ളാന്റെ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും മനസ്സിലാക്കാൻ, അത് അർത്ഥത്തോടു കൂടി അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി
അതിൻ്റെ വിശദീകരണങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ അള്ള തന്നൊരു നിയമത്ത്, പടച്ചോനെ വലിയൊരു ഉപകാരമാണ് എൻ്റെ ജീവിതത്തിൽ എന്നാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. കാരണം നമ്മളിവിടെ ചിലവഴിക്കുന്ന സമയം, നമ്മളിവിടെ ഇരിക്കുന്ന സമയം, അത് ആകാശലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും എന്തൊക്കെ ഉണ്ടോ അത് സർവ്വതും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും ഓരോ ക്ലാസ്സിലും നമുക്കുണ്ടാവണം. അതിലുപരി എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ വരുന്നത് തന്നെയും എന്താണ്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞ വാഗ്ദാനമാണ്. നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ വാഗ്ദാനമാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ, ദീന് പഠിക്കാൻ നമ്മളൊരു മജ്ലിസിൽ വന്നിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ വീട്ടിൽ എന്ത് കല്യാണം ഉണ്ടെങ്കിലും ഈ കല്യാണം ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. കാരണം അത്രയും മഹത്തുള്ള, അത്രയും പ്രാധാന്യമുള്ള ഒരു മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന ഒരു 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 എന്താ പറയാ, ഇഖ്ലാസ്, ആ ഒരു നിയ്യത്ത് നമുക്കൊക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പം അവയുടെ പുറത്തും കപ്പലുകളിലും നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് സൂറത്തുൻ നഹലില് അള്ളാഹു പറയുന്നുണ്ട്, വതഹ്മിലു അസ്കാലക്കും ഇല ബലദില്ലം തകൂനു ബാലിഗിഹി ഇല്ലാ ബിശിക്കിൻ ശിക്കിൽ അംഫുസ് ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. അല്ലേ, ഏത് സൂറത്തിലാണത്? സൂറത്തുൻ നഹലില്. എന്തായാലും പറഞ്ഞേ, ശാരീരിക ക്ലേശത്തോട് കൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാകാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാര്യങ്ങൾ വഹിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നു. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. സൂറത്തു നഹലിൽ 7-ാമത്തെ ആയത്താണ്. സൂറത്തു യാസീനിൽ എന്താ പറഞ്ഞത് നോക്ക് നിങ്ങൾ. പിന്നെ നമ്മുടെ കൈകൾ നിർമ്മിച്ചതിൽപ്പെട്ട കാലികളെ അവർക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ കണ്ടില്ലേ, അങ്ങനെ അവർ അവയുടെ ഉടമസ്ഥരായിരിക്കുന്നു. അപ്പൊ ആ കന്നുകാലികൾ നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നർത്ഥം. പിന്നെ അവയെ അവർക്ക് വേണ്ടി നാം കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ, അത് കന്നുകാലികളാവട്ടെ, കപ്പലുകളാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരാൾക്ക് അമേരിക്കയിലേക്ക് ഒരു സാധനം കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ പോയി കൊടുക്കണോ? വേണ്ട. ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് എന്തുണ്ട്, നമുക്കുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങളും, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അങ്ങനെ അവയിൽ നിന്നാകുന്നു അവർക്കുള്ള വാഹനം, അവയിൽ നിന്ന് അവർ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവർക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്, പുറമെ പാനീയങ്ങളും എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ല. ഇതാണ് അള്ളാഹുവിന്റെ പരാതി. അപ്പൊ എന്താ പറഞ്ഞേ? വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ. അല്ലേ, മനുഷ്യരെയും അവരുടെ ചരക്കുകളെയും വഹിച്ചുകൊണ്ട് സമുദ്രങ്ങൾ കീറിമുറിച്ച് രാജ്യാതിർത്തികൾ കടന്നിട്ടാണ് പല കപ്പലുകളും പല സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. ഇപ്പോ ഇറാനും ഇസ്രായേലും അമേരിക്കയ്ക്കുള്ള യുദ്ധം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു അതിർത്തി അടിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ കത്തിക്കണ ഗ്യാസിനും നമ്മളടിക്കണ പെട്രോളിനൊക്കെ എന്ത് ചെയ്യുന്നത്, വില കൂടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കാരണം അതാണെങ്കിലും ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു തന്ന നിഅമത്തുകളായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? അള്ള ചോദിക്കാണ്, വലഹും ഫിഹാ മനാഫിയുൻ വമശാരിബു അഫലാ യഷ്കുറൂൻ. നിങ്ങൾക്ക് നന്ദി കാണിച്ചുകൂടെ? തിന്നാനും കുടിക്കാനും ഒക്കെ ഉപകാരം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ട് അഫലാ യഷ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി കാണിച്ചൂടെ എന്നാ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. പശു പുല്ല് തിന്നുന്നു, അതിൻ്റെ രക്തവും അതിൻ്റെ
ആ പുല്ലിൻ്റെ അവശിഷ്ടവും ഒക്കെ അതിൻ്റെ വയറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സംഭരിക്കുന്നത് അല്ലേ. ഇന്ന് തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാല്, ഒരു കലർപ്പുമില്ലാതെ ധാരാളം ഗുണങ്ങളുള്ള പാല് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിലെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും നിയമത്തുകളും ഒക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും പടച്ചോനോടൊന്ന് നന്ദി കാണിച്ചൂടെ? മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഒരു കഴുതയുടെ സ്ഥാനം പോലും ഖുർആന് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. കാരണം ആ കഴുതയുടെ നന്ദി പോലും മനുഷ്യൻ അവന്റെ യജമാനനോട് കാണിക്കുന്നില്ല എന്നാ. ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലക്കനൂദ്, മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഒരു കുതിരനെ ഉപമിച്ചിട്ട് അള്ളാഹ് പറയാണ്, ആ കുതിര എന്ത് ചെയ്യുന്നു, അതിന്റെ യജമാനൻ പറയുന്നതിനനുസരിച്ച് അതിരാവിലെ അതിശീഘ്രം എന്ത് ചെയ്യുന്നു, പൊടികൾ പാറിപ്പിച്ച് ഒക്കെ ആ കുതിര തന്റെ യജമാനന് വേണ്ടി നന്ദി കാണിക്കുന്നുണ്ട്. എന്നിട്ട് മനുഷ്യനായ കുതിരയേക്കാൾ അതപ്പതിച്ചവരായിരിക്കും. കാരണം എന്താ, എല്ലാ നിയമത്തും അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ട് പോലും തൻ്റെ റബ്ബിനോടൊന്ന് അൽഹംദുലില്ലാ പറയാൻ, ഒന്ന് ശുക്ർ കാണിക്കാൻ അവന് കഴിയുന്നില്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര നിയമത്തുകൾ നമ്മൾ ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓരോരുത്തരുടെയും മരണത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പോയി ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. ആ മരണം വരെ നമ്മൾ ഈ ഭൂമിയിലൂടെ ജീവിച്ചിട്ട് അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് എത്രമാത്രം ശുക്ർ കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഒരസുഖമില്ലാതെ നടക്കാൻ കഴിയാന്നുള്ള ലോകത്ത് വെച്ച് ഈ ദുനിയാവിൽ ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും വലിയ നന്മയാണ്, ഖൈറാണ്, അനുഗ്രഹമാണ് അല്ലേ. ഒരു രോഗിയെ കാണണം, അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് രോഗമില്ലാത്ത നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ വിലയറിയുള്ളൂ. കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് പടച്ച റബ്ബ് 2 കണ്ണും നൽകി കാഴ്ചകൾക്കൊരു പ്രശ്നമില്ലാത്ത നമുക്ക് അള്ളാഹു നൽകിയ നിയമത്തിന്റെ വില തിരിച്ചറിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംസാരിക്കാൻ കഴിയാത്ത ഒരാളെ കാണുമ്പോഴാണ് സംസാരിക്കാൻ കഴിവുള്ള നമുക്ക് റബ്ബ് നൽകിയ നിയമത്തിന്റെ മഹത്വം തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ പടച്ച റബ്ബ് നമുക്ക് ഒട്ടനവധി നിയമത്തുകൾ സംവിധാനിച്ച് തന്നിട്ടുണ്ട്. ആ സംവിധാനിച്ച നിയമത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. മറിച്ച് ആ നിയമത്തുകൾക്കൊക്കെ നന്ദി കാണിക്കുന്ന, അതെങ്ങനെ, കണ്ണുകൊണ്ടെങ്ങനെ നന്ദി കാണിക്കുക, ഹറാമിലേക്ക് നോക്കാതിരിക്കുക, ഹറാമ് ചെയ്യാതിരിക്കുക, ഹറാമ് പറയാതിരിക്കുക, ഇതൊക്കെ എന്താണ്, അതിൻ്റെ നിയമത്തിന് നന്ദി കാണിക്കലാണ്. അതുപോലെ എന്തൊരു ചെറിയ അനുഗ്രഹം നമുക്ക് കിട്ടിയാലും ഒരു ശുക്ർ കാണിക്കാൻ, ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നാ അല്ലേ. ഒരു 5 ഉറുപ്പ്യ നമുക്ക് കിട്ടിയത് വെച്ചാൽ 5 ഉറുപ്പ്യ ഇതിപ്പോൾ കണ്ണോട്ടന്മാർക്കും കൂടി വേണ്ട എന്നല്ല പറയാ, മറിച്ച് അൽഹംദുലില്ലാ 5 കിട്ടിയല്ലോ എന്നാ ചിന്തിക്കണ്ടേ. 10,000 കിട്ടണമെന്നല്ല ആഗ്രഹിക്കണ്ടേ. നമ്മളങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. എന്ത്, വാദിയാനി മിന ദഹബി, സ്വർണത്തിന്റെ 2 മല ഒരാൾക്കുണ്ടെങ്കിൽ ലത്തമന്ന സാലിസൻ, 3ാമതൊന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. ഈ 2 കിട്ടിയതിനും അൽഹംദുലില്ലാ പറയൂല. ഇത് മനുഷ്യന്റെ അവസ്ഥയാണെന്നും അവസാന നാളാകുമ്പോ ഇതിൽ കുറച്ചും കൂടെ കൂടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് നമ്മൾ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, എത്ര നിസാരമായ നിഅമത്താണെങ്കിലും ആ നിഅമത്തിനൊന്ന് ശുക്ർ കാണിക്കാൻ, നന്ദി കാണിക്കാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ പാഠത്തിലൂടെ അള്ളാഹു പറഞ്ഞ് പ്രാപഞ്ചികമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും കിട്ടുന്ന ഒട്ടനവധി നിയമത്തുകൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ആ നിയമത്തുകളൊക്കെ ഒരുക്കി തന്ന പടച്ച റബ്ബിനോട് നിങ്ങൾ നന്ദി കാണിക്കണേ, ശുക്ർ കാണിക്കണേ എന്ന ആശയമാണ് ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി റബ്ബിനോട് നന്ദി കാണിക്കുന്ന, ശുക്ർ കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഇതിൽ നുസ്കീക്കും എന്ന് പറഞ്ഞ അതിൻ്റെ മാലി മുലാരി അംബ്രാണത്. അസ്ക യുസ്കി, അസ്ക്
അല്ലേ? അതുപോലെ തുഹ്മലൂൻ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മാലിയും മുതാരിയുമാണത്. അത് നിങ്ങൾ വായിച്ച് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലുപരി ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പടച്ച റബ്ബിനോട് നന്ദി കാണിക്കുക. അത് ഏറ്റവും വലിയ നിഅമത്തായി പടച്ച റബ്ബ് തന്ന അനുഗ്രഹമായി കണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. മാത്രമല്ല, ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാളെ മുഹറം 9, മറ്റന്നാൾ മുഹറം 10. അതായത് ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള 2 സുന്നത്ത് നോമ്പുകളാണ് നാളെയും മറ്റന്നാളുമായിട്ട് വരുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും അത് എടുക്കണം. എന്താ നിർബന്ധമൊന്നുമില്ല, എടുക്കൽ സുന്നത്ത് തന്നെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പ്രതിഫലം അത്രയും മഹത്വമുണ്ട്. ഒന്ന്, പരിശുദ്ധ റമളാനിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അള്ളാന്റെ മാസമായ മുഹറം മാസത്തിലെടുക്കുന്ന നോമ്പാണ് എന്ന്. ആ നോമ്പാണ് ഇത് മുഹറം 9-നും 10-നും എടുക്കുന്നത്. 2 ദിവസം എടുക്കണോ? അഭിപ്രായം ഉണ്ട് നമുക്ക്. 2 ദിവസം എടുക്കലാണ് സുന്നത്ത്. കാരണം എന്താ? അള്ളാന്റെ റസൂല് മുഹറം 10-നുള്ള നോമ്പെടുത്താൽ മതി, കൂലി കിട്ടും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9-നും കൂടെ നമ്മളോട് പ്രത്യേകമായി നോമ്പെടുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. ഈ മുഹറം 10-ന് നോമ്പെടുത്തിരുന്നത് ജൂതന്മാരായിരുന്നു. മൂസാ നബി നോമ്പെടുത്തിരുന്നതായിട്ട് അവർ കണ്ടു. അതുകൊണ്ട് ജൂതന്മാർ എന്ത് ചെയ്തിരുന്നു? നോമ്പെടുത്തിരുന്നു. അതിനുള്ള കാരണം എന്താ? ഫിർഔനിന്റെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവന്റെ പട്ടാളക്കാരിൽ നിന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബിയിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണേത്? മുഹറം 10 എന്ന് പറയുന്നത്. അത് മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രക്ഷപ്പെട്ടത് കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നന്ദി കാണിച്ചതാണ് എന്ത്? മുഹറം 10-ലെ നോമ്പെന്ന് പറയുന്നത്. അത് ജൂതന്മാരെടുത്തു പോന്നിരുന്നു. നബി മദീനയിലെത്തിയപ്പം മദീനയിൽ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ഇതെന്താന്ന് ചോദിക്കുകയും ജൂതന്മാരത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളെക്കാൾ മൂസാ നബിയോട് അർഹതപ്പെട്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ നോമ്പെടുക്കുകയും സഹാബത്തിന് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തതാണ് മുഹറം 10. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ജൂതന്മാരെടുക്കുന്ന ദിവസമല്ലേ എന്ന് മുഹറം 10, അന്ന് നമ്മളും എടുത്തിട്ട് ഓരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്ത്? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി മുഹറം 9-നും എന്ത് ചെയ്യും? നോമ്പെടുക്കും. പക്ഷേ റസൂലുള്ള അടുത്ത മുഹറം 9-ന് മുമ്പായിട്ട് എന്ത് ചെയ്തു? മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് പ്രവർത്തനത്തെക്കാൾ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് പ്രാധാന്യം കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടും മറ്റു ഹദീസുകളെ സംബന്ധിച്ചുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ പറ്റും. അതുകൊണ്ട് മുഹറം 9-ന് നമ്മൾ നോമ്പെടുക്കണം. അത് നാളെയാണ്. അള്ളാഹുവിൻ്റെ മാസത്തിൽ മുഹറം മാസത്തിലെ 9, 10 നോമ്പുകൾ എടുക്കുന്നു എന്ന നീയത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നവൈത്തു സൗമഹതി അന്നദായി ഫർലായി ഫർൽ റമലാനി ആദിസനത്തൽ ഇല്ലായി താല ഈ കൊല്ലത്തെ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ചൊല്ലി തന്നിരുന്നു നോമ്പിന്റെ നീയത്തെ. അങ്ങനെ ഒരു നീയത്തൊന്നും ഇല്ലട്ടാ. എന്തേ ഉള്ളൂ? അള്ളാഹ്ക്ക് വേണ്ടി മുഹറം മാസത്തിലെ 9, 10 നോമ്പെടുക്കുന്നു എന്ന് മനസ്സ് കരുതുക, അത്രേ ഉള്ളൂ. അതിനെ നീയത്ത്, വേറൊരു നീയത്തൊന്നും ഇല്ല. മനസ്സിലായിണ്ടോ? അത് മതി. അതുകൊണ്ട് ആ ഒരു നോമ്പ് നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്ന പുണ്യമെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുപാട് ഹദീസുകളിൽ ആ നോമ്പിന്റെ മഹത്വം വിശദീകരിച്ചിടത്ത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത്? കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾക്ക് പരിഹാരമാണ് ഏത്? മുഹറം 9, 10 നോമ്പുകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആശൂറ നോമ്പിന് പ്രത്യേകത പറഞ്ഞിടത്ത് കാണാം, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു ആ നോമ്പിലൂടെ പുറത്തു തരുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്അഹു അനിന്നാരി 70 ഖരീഫ. ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ, ഒരു ദിവസം നോമ്പെടുത്താൽ എന്താണ്? ബഅദല്ലാഹു വജ്അഹു അനിന്നാരി 70 ഖരീഫ, 70 കൊല്ലം നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അള്ളാഹു അകറ്റി നിർത്തുമെന്നാണ്.
മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ബൈന സമായി വൽ അർലി ഖന്ദകൻ, നോമ്പെടുത്തവനും നരകത്തിനുമിടയിൽ അള്ളാഹു ആകാശഭൂമികൾക്കിടയിലുള്ളതുപോലെ ഒരു കിടങ്ങ് ഉണ്ടാക്കുമെന്നാണ്. മനസ്സിലായുണ്ടോ? ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പനുഷ്ഠിക്കാൻ നീയത്ത് കരുതുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. പടച്ച റബ്ബ് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിന്റെ എല്ലാ നന്മകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മളുടെ മാതാപിതാക്കളുടെയും വിശ്വാസികളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.